നമസ്കാരം, ഞാൻ ജിമ്മി ജോൺ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റീജിയണൽ സെക്യൂരിറ്റി ഉച്ചകോടി 20ാം പതിപ്പ് മനാമ ഡയലോഗ് 2024 തുടക്കമായി. ബഹ്റൈനിലെ റിറ്റ്സ് കാൾട്ടണിൽ തുടങ്ങിയ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനി മുഖ്യ പ്രഭാഷകനായിരുന്നു. 50ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ, സുരക്ഷാ വിദഗ്ധർ, ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ എന്നിവരുൾപ്പെടെ 500ലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ലോക മണ്ണ് ദിനത്തിൽ സുസ്ഥിര മണ്ണ് പരിപാലനവുമായി പ്രവാസി മിത്ര ന്യൂ ഹൊറൈസൺ സ്കൂളിന് വൃക്ഷത്തൈകൾ സമ്മാനിച്ചു. ഭൂമിയുടെ ആരോഗ്യകരമായ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണിലെ വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനും പ്രവാസികളെ ബോധവാന്മാരാക്കുന്നതിന്റെ ഭാഗമായി ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് പ്രവാസി മിത്ര ന്യൂ ഹൊറൈസൺ സ്കൂളിന് വൃക്ഷത്തൈകൾ സമ്മാനിച്ചു. പ്രവാസി മിത്ര സെക്രട്ടറിമാരായ സബീന അബ്ദുൽ ഖാദർ, റെനി വിനേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ റഷീദ ബദർ, അസൂറ, പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ, ഫസൽ റഹ്മാൻ പൊന്നാനി, വിനേഷ് എന്നിവർ പങ്കെടുത്തു. പുതിയ തലമുറയ്ക്ക് പ്രകൃതിയോടുള്ള താൽപര്യം വളർത്തുന്നതിനും ഭക്ഷ്യസുരക്ഷയ്ക്കും പാരിസ്ഥിതിക പ്രതിരോധത്തിനും വേണ്ടി നാം അധിവസിക്കുന്ന മണ്ണിനെ നിരീക്ഷിക്കുന്നതിനും സുസ്ഥിരമായ മണ്ണ് പരിപാലന രീതികളും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിലും സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കുട്ടികൾക്ക് നൽകി വരുന്ന ബോധവൽക്കരണ പ്രോത്സാഹനങ്ങളെയും പ്രിൻസിപ്പൽ വന്ദന സതീഷ്, നോൺ അക്കാദമിക് സൂപ്പർവൈസർ ലിജി ശ്യാം എന്നിവർ പ്രവാസി മിത്ര സംഘത്തോട് വിശദീകരിച്ചു. പ്രവാസി മിത്ര നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിൻസിപ്പൽ വന്ദന സതീഷ് പ്രവാസി മിത്രയുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു. മീ ആൻഡ് മൈ വോവ് മോം ലോഗോ പ്രകാശനം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം വനിതാവേദി നടത്തുന്ന മീ ആൻഡ് മൈ വോവ് മോം പരിപാടിയുടെ ലോഗോ പ്രകാശനം എഴുത്തുകാരനും ചലച്ചിത്ര നടനുമായ പ്രകാശ് രാജ് നിർവഹിച്ചു. അമ്മയും മകളുമായുള്ള ആത്മബന്ധത്തിൽ കൂടി അവരുടെ സർവോത്മുഖമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് 2025 ജനുവരി മാസം ഈ പരിപാടി നടത്തുന്നത്. പങ്കെടുക്കുന്നവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിക്കാൻ ഇതിൽ അവസരമുണ്ടാകും. സിനിമാറ്റിക് ഡാൻസ്, ഹൃദയബന്ധങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും പ്രകടമാക്കാൻ കൂട്ടുകാരോടും കുടുംബങ്ങളോടും ഒപ്പം ചെയ്യാവുന്ന സ്കിറ്റ് റൗണ്ട്, അമ്മയുടെയും കുട്ടിയുടെയും പരസ്പര ബന്ധവും വിശ്വാസവും പ്രകടമാക്കുന്ന പരിപാടി, ഫാഷൻ ഷോ എന്നിവയാണ് മറ്റ് ഇനങ്ങൾ. വിജയികൾക്ക് പ്രത്യേക സമ്മാനങ്ങൾക്കൊപ്പം പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും സമ്മാനവും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ നവകേരള ഹമർടൗൺ മേഖലാ സമ്മേളനം കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതല ഉദ്ഘാടനം ചെയ്തു. ബിജു ജോൺ അധ്യക്ഷനായിരുന്നു. രാജു സഖായി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് മേഖലാ പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ സെക്രട്ടറി ശ്രീജിത്ത് മുഖേരി അവതരിപ്പിച്ചു. കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു, സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് NK ജയൻ, സെക്രട്ടറി NK സുഹൈൽ, MC പവിത്രൻ, അനു യൂസഫ്, പ്രശാന്ത് മാണിയത്ത് എന്നിവർ സമ്മേളനത്തിന് ആശംസ അറിയിച്ചു. രാജകൃഷ്ണൻ സ്വാഗതവും ശ്രീജിത്ത് ആവള നന്ദിയും പറഞ്ഞ സമ്മേളനത്തിൽ പുതിയ മേഖലാ ഭാരവാഹികളായി രാജകൃഷ്ണൻ സെക്രട്ടറിയായും ശ്രീജിത്ത് ആവള പ്രസിഡന്റ് ആയും, അൻഷാദ് AS ജോയിന്റ് സെക്രട്ടറി, ഫൈസൽ റൂബി വൈസ് പ്രസിഡന്റ്, പ്രിയേഷ് ട്രഷറർ, ശ്രീജിത്ത് മുഖേരി രക്ഷാധികാരിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി രാജു സഖായി, വിജയൻ ഒലിയിൽ, അലക്സ് കുരുവിള, സന്തോഷ് S ബോബി, LP ആചാരി, ബാബു മണ്ണാർക്കാട്, പ്രജിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. കേന്ദ്ര സമ്മേളന പ്രതിനിധികളായി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കൂടാതെ അരുൺ B പിള്ള, അനന്തു, രഞ്ജിത്ത്, അതുൽ, MC പവിത്രൻ, ബിനു, സന്തോഷ് S, ചന്ദ്രൻ എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. യുണൈറ്റഡ് നഴ്സസ് ഇന്ത്യ ബഹ്റൈൻ ഏഷ്യൻ സ്കൂളുമായി ചേർന്ന് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ നവംബർ 29 നടത്തിയ ഹെൽത്ത് അവയർനെസ് ക്യാമ്പിൽ ഏകദേശം 200ഓളം മാതാപിതാക്കളും അവരുടെ കുട്ടികളും പങ്കെടുത്തു. യൂണിപ്പ് സെക്രട്ടറി ലിത മറിയം അധ്യക്ഷത വഹിച്ച ക്യാമ്പ് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ ഫാമിലി ഫിസിഷ്യൻ ആയ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ സന്നിഹിതരായവർക്ക് ഡോക്ടർ ഗായത്രി, ഡോക്ടർ ബെൻട്രോയ്, ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ ഫ്രീ കൺസൾട്ടേഷൻ നൽകി. തുടർന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ആയ സുചിത്ര രാജീവ് നന്ദി രേഖപ്പെടുത്തി. യുണീബ് AMHനോടും ഏഷ്യൻ സ്കൂളിനോടും ഉള്ള നന്ദി സൂചകമായി മെമൻഡോ കൈമാറി. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ പ്രിൻസ് തോമസ്, JC ജയചന്ദ്രൻ, ലവ്ലി മാത്യു, ഷെർലി തോമസ് എന്നിവരും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ അനു ഷാജിദ്, വിഞ്ചു മറിയം, ആര്യ രാജേഷ്, അപർണ ചന്ദ്രൻ, ശ്വേത പുനിത്, സിതാര കുമാർ എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു.
ബഹ്റൈൻ ശൂരനാട് കൂട്ടായ്മ ഓണം പൊന്നോണം കുടുംബസംഗമം 2024 സംഘടിപ്പിച്ചു. ജുഫൈർ അൽ സഫീർ കോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഹരീഷ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാമിന് സെക്രട്ടറി അൻവർ ശൂരനാട് സ്വാഗതം പറഞ്ഞു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഭദ്രദീപം തെളിയിച്ച് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങളായ എബ്രഹാം ജോൺ, ബഷീർ അമ്പലായി, പ്രശാന്ത് KPA, മുഹമ്മദ് കുഞ്ഞ് KPA, ദീപക് തണൽ, BSK രക്ഷാധികാരി, ബോസ് വാസുരാങ്കൻ, എക്സിക്യൂട്ടീവ് ആൻഡ് ഓണം കമ്മിറ്റി അംഗങ്ങളായ സതീഷ് ചന്ദ്രൻ, ഹരികൃഷ്ണൻ, ഷമീർ സലീം, അനന്തു, മുകേഷ്, പ്രദീപ്, ഗിരീഷ്, സുമി ഷമീർ, പ്രദീപ അനിൽ, അമ്പിളി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ഓണം കൺവീനർ അഭിലാഷ് പ്രോഗ്രാമിന് നന്ദിയും അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകൾ കാണാം. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. വാർത്തകൾ തുടരുന്നു. ദുബായിൽ വാഹനമോടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്രധാന റോഡുകളിലെ AI റഡാറുകൾ എല്ലാം കാണുന്നുണ്ട്. ദുബായിൽ വാഹനമോടിക്കുന്നവർ ഇനി മുതൽ കൂടുതൽ ജാഗ്രതയോടെ വേണം വാഹനമോടിക്കാൻ. കാരണം ട്രാഫിക് നിയമങ്ങൾ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യ ദുബായിലെ തെരുവുകളിലും പ്രധാന റോഡുകളിലും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. 6 വ്യത്യസ്ത ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവയാണ് ഈ റഡാറുകൾ. KTC ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത ഈ റഡാറുകൾ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താനും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, പെട്ടെന്നുള്ള ലൈൻ മാറ്റം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, തെറ്റായ ലൈനിൽ വാഹനമോടിക്കൽ, വിൻഡ് ഷീൽഡുകൾ നിയമവിരുദ്ധമായി ടിൻറ്റ് നൽകൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ നൂതന റഡാറിന് തിരിച്ചറിയാൻ കഴിയുമെന്ന് KTC ഇന്റർനാഷണൽ കമ്പനിയുടെ ജനറൽ മാനേജർ ഇയാദ് അൽ ബർഖാവി പറഞ്ഞു. നിയമലംഘനങ്ങളുടെ തത്സമയ ഫുട്ടേജ് വിശകലനം ചെയ്യുന്നതിനും ലംഘനങ്ങളുടെ കൃത്യമായ കണ്ടെത്തലും ഡോക്യുമെന്റേഷനും ഉറപ്പാക്കുന്നതിനും ഉപകരണം AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു.
ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ല. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണം, വിമർശിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ലെന്ന് കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അവസാന ഓഡിറ്റിംഗ് റിപ്പോർട്ട് കൈവശമുണ്ടോ എന്ന് ചോദിച്ച ഹൈക്കോടതി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. STRFൽ ഇനി അവശേഷിക്കുന്നത് 677 കോടി രൂപയാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 677 എത്ര ചെലവഴിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ശരിയായ രീതിയിൽ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നില്ലെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. CCTV നിരീക്ഷണം ശക്തമാക്കി. ശബരിമല തിരക്ക് വർദ്ധിച്ചതോടെ ശബരിമലയിൽ CCTV നിരീക്ഷണം ശക്തമാക്കി. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധനയും CCTV നിരീക്ഷണവും ശക്തമാക്കിയത്. പോലീസ്, ദേവസ്വം, വിജിലൻസ് എന്നിവരുടെ 258 ക്യാമറകളാണ് ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്ര പരിസരം 24 മണിക്കൂറും പോലീസിന്റെ 16ഉം വിജിലൻസിന്റെ 32ഉം ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. ചാലക്കയം മുതൽ പാണ്ടിത്താവളം വരെ പോലീസ് 60 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സന്നിധാനത്തെ കൺട്രോൾ റൂമിന്റെ മേൽനോട്ടം പോലീസ് സ്പെഷ്യൽ ഓഫീസർ P. ബിജോയ്ക്കാണ്. ക്യാമറയിൽ പതിയുന്ന നിയമലംഘനങ്ങളെ ആധാരമാക്കി അപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പമ്പ മുതൽ സോപാനം വരെയുള്ള തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സഹായകമാണെന്നും P. ബിജോയ് പറഞ്ഞു. തീർത്ഥാടകരുടെ ആവശ്യാനുസരണം മെഡിക്കൽ ടീം, ആംബുലൻസ്, ട്രോളി, അഗ്നിശമന വിഭാഗം എന്നിവരെ അറിയിക്കാനും CCTV ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ദേവസ്വം, വിജിലൻസ് ആകെ 172 CCTV ക്യാമറകളാണ് ശബരിമലയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ 160 ക്യാമറകളും സോപാനത്തിൽ 32 ക്യാമറയുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ദിലീപിന്റെ ശബരിമലയിലെ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കർശന നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് തീരുമാനം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, 2 ഗാർഡുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് കർശന നടപടിക്കൊരുങ്ങുന്നത്. ഈ 4 പേരോട് വിശദീകരണം തേടിയ ശേഷം ശക്തമായ നടപടി എടുക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വിശദമായ റിപ്പോർട്ട് ബോർഡിനെ കൈമാറിയിട്ടുണ്ട്. പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് സന്നിധാനത്ത് വന്നതെന്ന കോടതിയുടെ ചോദ്യത്തിന് ജീവനക്കാരോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് ഇന്നലെ ദേവസ്വം ബോർഡ് മറുപടി നൽകിയിരുന്നു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.